ഹായ്, വെൽക്കം ടു പ്രിയാസ് ഹോം കുക്കിംഗ്. ഇന്ന് നമുക്ക് കൊക്കോ വാനില പുഡിംഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. വളരെ പെട്ടെന്നും ഈസി ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസേർട്ട് ഐറ്റമാണിത്. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് കോൺ സ്റ്റാർച്ചും കൊക്കോ പൗഡറും വാനില എസൻസും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അലങ്കരിക്കാനായിട്ട് ബദാമും ചെറിയും എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അതുപോലെ ഞാനിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഹാൻഡ് മിക്സർ എടുത്തിട്ടുണ്ട്. ഹാൻഡ് മിക്സർ ഇല്ലാത്തവർ ഒരു മിക്സിയുടെ വലിയ ജാറ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാർ ചെയ്യാം. ഇത് ഞാൻ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മുട്ട 2 എണ്ണം, കോൺസ്റ്റാർച്ച് പൗഡർ 3 ടേബിൾ സ്പൂൺ, മിൽക്ക് 250 ml, ഷുഗർ 4 ടേബിൾ സ്പൂൺ. അത് നിങ്ങൾക്ക് പൊടിച്ചതോ പൊടിക്കാത്തതോ എടുക്കാം. കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ. ഈ കൊക്കോ പൗഡറിൽ ഷുഗർ മിക്സ് ചെയ്തതാണ്. അപ്പം ഷുഗർ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് 2-3 ബദാം, ചെറി 2 എണ്ണം, വാനില എസൻസ്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. നമ്മുടെ മുട്ട ഇതിലേക്ക് ഒഴിക്കാം. ഷുഗർ അളന്നിടാം. 1, 2, 3, 4. ഈ 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. പിന്നെ വാനില എസൻസ് ഒരു 1/2 സ്പൂൺ ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡർ കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോൺ സ്റ്റാർച്ചിൻ്റെ പൗഡർ ഇടാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഞാനിത് അളന്ന് വെച്ചിരുന്നതാണ്. 3 ടേബിൾ സ്പൂണും ഞാനതിലിട്ടു. ഇതും ഒന്ന് പെയ്യെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട കെട്ടരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് അടിച്ച് മിക്സ് ആക്കാം. നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ പാലിനെ നമ്മൾ 2ആയിട്ട് എടുത്ത് വെക്കണം. അപ്പം ഞാനിതൊരു കപ്പിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം പകുതി കൊക്കോയും പകുതി വാനിലയുമായിട്ട് നമുക്ക് എടുത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിത് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു. പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി എടുത്തു. അതിലേക്ക് ഞാൻ ചൂടാക്കി ഇനി ഇതിനെ ഒരു വേവിച്ച് ഒരു പുഡിംഗ് ആക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് വെള്ളം പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ കുറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. പിന്നെ അതുപോലെ നിങ്ങളിത് തയ്യാർ ചെയ്യുമ്പം വളരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമ്മുടെ ബാലൻസ് ഉള്ള മിൽക്കിലോട്ട് നമ്മുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടുകയാണ്. ഞാനിത് കറക്റ്റ് അളന്ന് വെച്ചതാണ്. അതുപോലെ ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് ഇനി നമുക്കിത് വേവിച്ച് പുഡിംഗ് ആക്കി എടുക്കാം. നമ്മളിത് അടുപ്പിൽ കൊണ്ട് വയ്ക്കുമ്പം നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ നിന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ സൈഡൊക്കെ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അടി കട്ടിയായിട്ടുള്ളൊരു പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഓക്കെ, നമുക്ക് വാങ്ങി ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം ഇത് കൊക്കോ പുഡിംഗ് ആയിട്ടുണ്ട്. ഇതാണ് ആ കൺസിസ്റ്റൻസി. ഇത് വാനില പുഡിങ്. ഇതിപ്പോൾ നന്നായിട്ട് കട്ടയായി പോയി എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ വാനില സെറ്റ് ചെയ്യുവാണ്. ഒരു 2-3 സ്പൂൺ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൊക്കോ പുഡിങ് ഇടാം. പിന്നീട് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ലെയർ എടുക്കാം.
വേണമെങ്കിൽ 2-3 ലെയറായിട്ട് ഇടാം. ഞാനിവിടെ 2 ലെയർ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് കൊക്കോയും കൂടി ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ വയ്ക്കുമ്പോഴത്തേന് കറക്റ്റ് അത് സെർവ് ചെയ്യാനായിട്ട് റെഡിയാവും. ഒരു ദിവസം വെച്ചിരുന്നാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇത് ഇരിക്കുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു 1/2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. മിക്സിയിലെല്ലാം കൂടി ഇട്ട് ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി. ഞാനിത് കട്ട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് അടിച്ചെടുത്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ കൂടെ സെർവ് ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ വാനില അതിലേക്ക് ഞാനൊന്ന് മാറ്റുകയാണ്. ഞാൻ എടുത്ത മറ്റേ 2 ഗ്ലാസും വലിയ ഗ്ലാസ് ആയിരുന്നു, 200 ml ഗ്ലാസ് ആയിരുന്നു. ഇനി ഞാൻ നമ്മുടെ ബദാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. മുകളിലേക്ക് ചെറിയും കൂടെ വയ്ക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊക്കോ വാനില പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ഒരു കുറഞ്ഞത് 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. പിറ്റേ ദിവസം എടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. കോൺ സ്റ്റാർച്ച് ഒരു 3 സ്പൂണും കൊക്കോ പൗഡർ ഒരു 3 സ്പൂണും ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതിനെയും ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വയ്ക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വാനില മാത്രം മതിയെങ്കിൽ ഇതുപോലെ വാനില മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ 2 കൂടെ മിക്സ് ചെയ്ത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്രിഡ്ജിലെ അടിയിലത്തെ റാക്കിൽ വെച്ചാൽ മതി. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നമ്മൾ വെറുതെ കടയിൽ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിക്കുന്നതിന് പകരം ഇതുണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ ക്വിക്കായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുകയുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല എപ്പിസോഡുമായിട്ട് തിരിച്ചു വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.